വെൽക്കം ടു ജോബിസ് കിച്ചൺ. ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ചൈനീസ് ചോപ്സിയാണ്. അപ്പോൾ നമുക്ക് ചൈനീസ് ചോപ്സിക്ക് വേണ്ട ചേരുവകൾ ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു 75 ഗ്രാമോളം നൂഡിൽസ് എടുത്ത് ബോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നൂഡിൽസ് ബോയിൽ ചെയ്തിട്ട് അത് ടാപ്പ് തുറന്ന് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് സ്റ്റെയിൻ ചെയ്യണം. വെള്ളം കുറച്ച് തുറന്ന് വിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അല്പം ഓയിലും കൂടി മിക്സ് ചെയ്ത് വയ്ക്കണം. അങ്ങനെ വെച്ചേക്കുന്ന നൂഡിൽസാണിത്. അപ്പോൾ നമ്മൾക്ക് ഈ നൂഡിൽസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചട്ടി വെച്ച് പാം ഓയിൽ തിളപ്പിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസിനെ ഒന്ന് വട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ഒരേ കനം വരാവുന്ന രീതിയിൽ നൂഡിൽസ് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇട്ട് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ഒരു വശം നമ്മുടെ നൂഡിൽസ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി ചോപ്സിയുടെ വെജിറ്റബിൾസ് എന്തൊക്കെ വേണ്ടതെന്നൊന്ന് നോക്കാം. ഒരു കഷ്ണം, അതായത് ഒരു 50 ഗ്രാമോളം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, 2 ബീൻസ്, അല്പം ക്യാപ്സിക്കം, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, കോൺഫ്ലവർ, ഉപ്പ്, അജിനാമോട്ടോ, കുരുമുളക് പൊടി, പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. അല്പം ഓയിലും കൂടി നമുക്ക് വേണം. ഇനി നമ്മൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മളെ ചോപ്സിയുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട രീതി ഇതേപോലെയാണ്. നമ്മൾക്ക് നല്ല നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്യാബേജും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്യാരറ്റും അതേപോലെ തന്നെ നമ്മൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾക്ക് കട്ട് ചെയ്ത് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് നമ്മളുടെ ക്യാരറ്റും കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം കനമില്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ക്യാരറ്റ് കൂടി നമുക്ക് അതുമാതിരി കട്ട് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഒരു ബീൻസ് വലുതാണെങ്കിൽ 1 മതിയാവും. ചെറുതാണെങ്കിൽ ഒരു 2 ബീൻസൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ബീൻസേ ചേർക്കുന്നുള്ളൂ, കാരണം നമുക്ക് ബീൻസ് അധികം വേണ്ട. ബീൻസ് അതേമാതിരി തന്നെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയാണ് അതിൻ്റെ കനം. ഇനി ഒരു കഷ്ണം ക്യാപ്സിക്കം കൂടി അതേപോലെ തന്നെ നമ്മൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതേമാതിരി സ്ലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മളുടെ കോൺഫ്ലവർ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഒരല്പം വെള്ളമൊഴിച്ച് നല്ല തിക്കായിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ കോൺഫ്ലവർ മിൽക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ വെജിറ്റബിൾസിനെയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ അല്പം പാം ഓയിൽ ഒഴിച്ച് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ അതിനകത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് ഒരുപാട് കുക്കാവരുത്, ഹാഫ് കുക്കാണ് നമ്മൾക്ക് ഇതിന് ആവശ്യം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് കുക്കായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി നല്ല തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് സ്റ്റോക്ക് വാട്ടർ അതല്ലെങ്കിൽ അല്പം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്ക് വാട്ടർ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളം ഒഴിച്ച് അതും ഒന്ന് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ മസാലകളൊക്കെ ഈ സമയത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ 1 സ്പൂണോളം ചില്ലി സോസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം സോയാ സോസ്, നല്ല കട്ടിയുള്ള സോയ സോസ് ആണെങ്കിൽ 1/2 സ്പൂൺ ഒഴിച്ചാൽ മതി. കാരണം നമ്മളുടെ
ഈ ചൈനീസ് ചോപ്സിയുടെ കളറ് ഒരു ബ്രൗൺ കളറ് നമുക്കൊരു ഏകദേശം കിട്ടണം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സോയാ സോസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഇടേണ്ടത് അജിനാമോട്ട ഒരു നുള്ള് ഇട്ട് കൊടുത്തു. പിന്നെ ഇടേണ്ടത് കുരുമുളക് പൊടി, അതും ഒരു 1/4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ചോപ്സിയുടെ കൂട്ടെല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിൽക്ക് നമ്മൾക്ക് കുറച്ചേച്ച കൊടുത്ത് ആവശ്യത്തിന് തിക്കാക്കി ഇടുക. ആദ്യം കുറച്ചേച്ച ഒഴിക്കുക. നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അല്പം തിക്കും കൂടി ആവാം. നല്ല തിക്കിലായിരിക്കണം നമ്മളുടെ ഈ കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത നൂഡിൽസിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴുകി പോകും. അപ്പോൾ നല്ല തിക്കിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഓക്കെ, നമ്മുടെ ചോപ്സിയുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്സി അതിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ഈ കൂട്ട് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒഴിച്ച് നൂഡിൽസിൻ്റെ എല്ലാ വശത്തും എത്തത്തക്ക വിധത്തിൽ നമ്മുടെ സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞെങ്കിൽ അതിൻ്റെ വെള്ളമൊന്നും ഒഴുകിപ്പോവില്ല. അതല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഒഴുകി പാത്രത്തിൻ്റെ സൈഡിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി എടുക്കുമ്പോൾ നല്ല തിക്കിലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ അതിനു വേണ്ടി ഒരു ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് കട്ടിങ്സ് ഇതിൻ്റെ ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഷോയ്ക്ക് വേണ്ടി. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സെല്ലറി, ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ ഇത്രയും ഇലകളും കൂടിയും കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. നമ്മൾ കൊറോണ സമയമായതുകൊണ്ട് ഇതൊക്കെ കിട്ടാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ട് ആയതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ സെല്ലറിയും ലീക്സും നിർബന്ധമായിട്ടും ഇതിൻ്റെ മുകളിൽ നമ്മളിട്ട് ഗാർണിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ചൈനീസ് ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഇടുക. അപ്പോൾ നന്ദി, നമസ്കാരം.